ഒരു ഗ്രാമത്തിൽ ഒരിക്കൽ ഒരു മനുഷ്യനും അവൻ്റെ വളർത്തു തത്തയും ജീവിച്ചിരുന്നു. ആ മനുഷ്യൻ തൻ്റെ തത്തയെ വളരെ സ്നേഹിച്ചു. തത്തയും തൻ്റെ യജമാനനോട് അതിയായ വിശ്വസ്തയോടെയും സ്നേഹത്തോടെയും പെരുമാറി. ഒരു ദിവസം ആ മനുഷ്യന് മറ്റൊരു ഗ്രാമത്തിലേക്ക് ചില ജോലികൾക്കായി പോകേണ്ടി വന്നു. യാത്രയ്ക്ക് ഒരുക്കം ചെയ്യുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ തത്ത അയാളോട് ചോദിച്ചു, "ഓ യജമാനനെ, നിങ്ങൾ പോകുന്ന ഗ്രാമത്തിലാണ് എൻ്റെ ഗുരുവായ തത്ത താമസിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ഒരു സന്ദേശം എത്തിക്കാമോ?" യജമാനൻ സന്തോഷത്തോടെ പറഞ്ഞു, "തീർച്ചയായും ഞാൻ എത്തിക്കാം. സന്ദേശം എന്താണെന്ന് പറഞ്ഞോളൂ." അപ്പോൾ തത്ത തൻ്റെ സന്ദേശം പറഞ്ഞു. സ്വാതന്ത്ര്യത്തിൻ്റെ കാറ്റിൽ ശ്വാസമെടുക്കുന്നവർക്ക് ഒരു ബന്ധിത തത്തയുടെ നമസ്കാരം. ഇതായിരുന്നു സന്ദേശം. യജമാനൻ യാത്ര തിരിച്ചു. മറ്റേ ഗ്രാമത്തിലെത്തിയപ്പോൾ ഗുരുതത്തയെ കണ്ടു. സന്ദേശം അറിയിച്ചു. സന്ദേശം കേട്ട ഉടൻ ഗുരുതത്ത അവിടെ തന്നെ നിലത്ത് വീണ് മരിച്ചുപോയതുപോലെയായി. യജമാനൻ അതിശയിച്ചു. എന്നാൽ തൻ്റെ ജോലികൾ പൂർത്തിയാക്കി അയാൾ നാട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തി തൻ്റെ തത്തയോട് പറഞ്ഞു, "നിന്റെ സന്ദേശം ഞാൻ അവിടെ എത്തിയ ഉടൻ തന്നെ പറഞ്ഞു. പക്ഷെ ദൗർഭാഗ്യവശാൽ അത് കേട്ടയുടൻ നിന്റെ ഗുരുതത്ത അന്നേരം തന്നെ മരിച്ചു." ഇത് കേട്ട ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം തത്തയും ചിറകുകൾ താഴ്ത്തി നിലത്ത് വീണ് അതും മരിച്ചതുപോലെയായി. യജമാനൻ ദുഃഖത്തിലും ആശ്ചര്യത്തിലും മുഴുകി. വളരെ വിഷമിച്ച് അവൻ ആ തത്തയെ എടുത്ത് ഒരു മാലിന്യപ്പെട്ടിയിലേക്ക് എറിഞ്ഞു. പെട്ടെന്ന് തന്നെ ആ തത്ത ചിറകുകൾ വേഗത്തിൽ വീശി പറന്നുയർന്നു. യജമാനൻ വിസ്മയത്തോടെ നോക്കി നിൽക്കുമ്പോൾ പറന്നുകൊണ്ടിരിക്കെ ആ തത്ത പറഞ്ഞു, "എൻ്റെ ഗുരുതത്ത എന്നോട് പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം മരിക്കാൻ പഠിക്കണം. അഹങ്കാരത്തെയും ബന്ധനങ്ങളെയും വിട്ടുമാറാൻ പഠിക്കണം." അങ്ങനെ പറഞ്ഞുകൊണ്ട് തത്ത സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശത്തിലേക്ക് പറന്നു മറഞ്ഞു. യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കാൻ ആദ്യം നമ്മെ ബന്ധിക്കുന്ന ഭയങ്ങളും അഭിമാനവും ആസക്തികളും മരിക്കണം. വരൂ, ക്രൂശിതനോടൊപ്പം നമുക്കും യാത്ര പോകാം.